ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിങ്ങനെ ഒരു പുതിയൊരു വണ്ടി വന്നപ്പോയി അതിലിങ്ങനെ കയറിക്കാണ്ടൊരു യാത്ര ചെയ്യാണ്. നമ്മളെ വണ്ടിൻ്റെ മുതലാളിനെ കാണിച്ചു തരാം. ഞങ്ങളുടെ വണ്ടി മുതലാളി, വണ്ടിയിലെ മുതലാളി ഡ്രൈവറൊക്കെ അയാൾ തന്നെയാണ്. അപ്പോൾ വണ്ടി കാണിച്ചു തരാം. ഏതാ വണ്ടി? എംജിൻ്റെ ഏതാണിത്? വിങ്സറിലാണ് ഇന്നത്തെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി രാത്രിയാണ് ഇട്ടാ, എല്ലാം കാണണമെന്നില്ല. EV ഇലക്ട്രിക്. അപ്പൊ രാത്രിയാണ്. സൺറൂഫൊക്കെ ഓപ്പൺ ആക്കിക്കണേ. ബാവാ എവിടെ നിങ്ങള്? അപ്പൊ MGയുടെ വണ്ടിയിൽ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ വലിയൊരു ഡിസ്പ്ലേ നമ്മളെ വെൽക്കം ചെയ്യണ്ടേ. ഇതിൽ സിനിമ ഒക്കെ കാണാൻ പറ്റുമോ? ഓടുമ്പോ പറ്റൂല. അങ്ങനെ സെറ്റപ്പ് ആക്കിക്കണേ, സേഫ്റ്റി ചെയ്യാൻ നോക്കിക്കണേ. അപ്പൊ പാട്ട് മ്യൂസിക് ഉള്ളി. വണ്ടി ഓഫിലിരിക്കുമ്പോ വലിയ ആൽബം സോങ്സ്. പിന്നെന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയാ ഇതിൽ പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്? നമുക്ക് സ്റ്റെബിലിറ്റി വണ്ടി പെട്ടെന്ന് തിരിച്ചറിയും. മുന്നിൽ അതുള്ളതുകൊണ്ടില്ല, വേറെ വണ്ടിയില്ല ഈ ഷേപ്പിൽ, വേറെ വണ്ടിയില്ലല്ലോ. ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ഏകദേശം ഒരു ഷേപ്പിലല്ലേ കയറാം. സൗണ്ടർച്ചാണ് അങ്ങനെ പുള്ളി ഹൈവമ്മ കയറിയാ കിട്ടില്ല. പാളൊന്നുമില്ലല്ലോ, ഒരു പാളിച്ചില്ല. നമ്മൾക്ക് പിന്നെ ഇല്ല കേട്ടോ. നമ്മളെ കണക്ക് എന്ന് പറഞ്ഞാല് മാക്സിമം പോയ 75-80. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാനില്ല. അതന്നെ ഇപ്പൊ ഈ വണ്ടി ഇട്ടിന് ശേഷം 80 ആയത്. ഹൈവേ കിട്ടുമ്പോ നമ്മൾ അറിയാതെ 80 ആയി പോവാണ്. അതെല്ലേ, അല്ലാതൊരു സ്പീഡ് നമുക്കൊരു കൺട്രോളാണ്. വണ്ടിനെ കുറിച്ച് ഒന്നും പറയില്ല. സീറ്റൊക്കെ സെറ്റപ്പ്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മുട്ട് കിടക്കണ എത്ര ദൂരെ കയറും. ബാക്കിയുള്ള വണ്ടി സീറ്റ് തട്ടില്ല. കാൽമകാല കിടക്കട്ടില്ലേ, പൊളിച്ചടക്കി. നിങ്ങൾ എന്താ ഇപ്പൊ എടുക്കാൻ കാരണം? ഞാൻ എടുക്കാനത് ഈ സ്പേസും ഇതിന്റെ ഒരു ഫെസിലിറ്റി. പിന്നെ EVയിലോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി പെട്രോള് അടിക്കണ്ടല്ലോ. 500 രൂപ പെട്രോൾ അടിക്കണ്ടായിരുന്നു. സേവ് ചെയ്യാന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഡെയിലി ഇങ്ങനെ എത്ര കിലോമീറ്റർ പോകുന്നുണ്ട് നിങ്ങള്? ആവറേജ് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഓടും. കാക്കഞ്ചേരി എത്തും ഡെയിലി. കിവി ഐസ്ക്രീം കമ്പനിയിലേക്ക് സംഗതി ഉഷാറാട്ടോ വണ്ടി, ഒന്നും പറയാനില്ല. എങ്ങനാ ഫാമിലിക്ക് പറ്റിയൊരു വണ്ടി. ബാക്ക് സീറ്റില് 3 ആക്കല്ല 4 ആൾക്ക് സുഖമായിട്ട് ഇതിലെ പോലെ ഇതില് പോകാൻ പറ്റില്ലേ? മെയിന് ഇതിലാണ് കയറാ അയ്യമ്മക്ക്. കയറുള്ളൂ. ഞാൻ അങ്ങനെ പോയിട്ട് കറങ്ങിക്കാണ്ട കയറല്. ഇതല്ല പെണ്ടാ അവിടെ ഉണ്ടല്ലോ ക്യാമറകൾ, ഒന്നും പറയാനില്ല. 360 സൗണ്ട് ആണെങ്കിൽ മറ്റേ തിയേറ്ററിൽ പോയ ആ ലുക്ക്. ഇതൊക്കെ കണ്ടറിന് എടുത്തതാണ് കള്ളൻ. ഹൈവേയിലേക്ക് കയറാൻ പോകുന്നു. മക്കളെ, നാഷണൽ ഹൈവേ ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ട് നമുക്കൊരു യാത്ര ചെയ്യണം കേട്ടോ. എനിക്ക് പിരാൻ തന്നെയാണ്. മുജാഖിനൊരു ആഗ്രഹം ഉണ്ട്, മുജാഖിനൊരു ആഗ്രഹം ഉണ്ട്, ഞാൻ നടത്താം. അത്ര ഉള്ള അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാം. ചവിട്ടി മനസ്സാ മുജാഖിന്റെ ഒരു ആഗ്രഹം. ചവിട്ടി ഇവിടെ ചവിട്ടിന് ലിമിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. സൺറൂഫൊക്കെ രാത്രി ആയിട്ടാ കാണാത്ത. ഫുള്ള് നക്ഷത്രങ്ങളുള്ള ദിവസം കാണാം. നല്ല നക്ഷത്രങ്ങൾ വീശിച്ചു പോകാനുള്ളതാണ്.
ഇന്നിപ്പോ നക്ഷത്രം കാണുന്നില്ല ആകാശത്ത്. ഏതല്ല റോഡില് എന്തൊക്കെ പറഞ്ഞ ഇതിലൂടെ സ്പീഡ് സ്ലോ റാക്ക് സെൻട്രൽ സ്പീഡ് റാക്ക് ആ ലാസ്റ്റത്തെ ഒഴിച്ചിട്ടുള്ളത്, അതായത് ഓവർടേക്ക് ചെയ്യാനുള്ളത്, ആംബുലൻസിനൊക്കെ പോകാനുള്ളത്. ഇതാണ് ലോറിക്ക് ലോറി ബസ്സൊക്കെ പോകാനുള്ളത്. മറ്റേത് സ്പീഡ് റാക്ക് 100 സ്പീഡ് അല്ലേ, മറ്റേത് 80. ഇവിടെ സ്പീഡ് ലിമിറ്റ് അത് തീരുമാനമായിട്ടില്ലല്ലോ. ചില സ്ഥലങ്ങളില് സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലം ഉണ്ട്. അപ്പം ചെയ്യുന്ന ചോദ്യം അപ്പൊ അവിടെ കയറിക്കോട്ടെ. നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് ഒരു തീരുമാനത്തിലെത്തട്ടെ. അങ്ങനെ ഉണ്ടല്ലേ. നമ്മളിപ്പോ ഹൈവേ വന്ന് വീണ്ടും സർവീസ് റോഡിലേക്ക് ഭയങ്കര ബ്ലോക്ക് ആണല്ലോ. നമ്മ ഈ സർവീസ് റോഡ് വഴി തിരിച്ചു പോണോ? ആ തിരിച്ചാണ് പോയാലോ? ഫുൾ ബ്ലോക്ക്. വേറെ സെറ്റപ്പ് ഞാൻ കാണിച്ചുതരാം. മൊബൈൽ ചാർജർ അയ്യവാ ചാർജിങ്. അതിനിപ്പോൾ കേബിളൊന്നുമില്ല. ഇപ്പം എല്ലാം ടെക്നോളജിയിലേക്ക്. നേരെ പോട്ടെ എന്ത് നിങ്ങൾ വളച്ചേ? ജനത്തിൻ്റെ മുമ്പിൽ നടക്കാണ് നോക്കണം. ഞങ്ങളിങ്ങനെ ഈ വണ്ടിൻ്റെ പുറഭാഗം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു വെളിച്ചമുള്ളടത്തേക്ക് പോകട്ടാ. വളരെ നമ്മളെ ഒരു ജനതാ ബസാർ വന്നിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്കിങ്. ഓ പാർക്കിംഗ് ഫീ. അങ്ങനെ ഞാൻ എൻ്റെ ബെൽറ്റ് നിക്കാലത്തെ പറഞ്ഞോളി. ഇതൊക്കെ ഇവിടെ വേറൊരു ഐറ്റം. വില ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സ്കാനർ വെച്ചിട്ടുണ്ട്, വലിയൊരു സ്കാനർ. അതിൽ സ്കാൻ ചെയ്താൽ അന്നത്തെ ഓഫറുകളൊക്കെ അതിലേറി. സ്പെഷ്യൽ സെയില്. പറയും ബാബാ, എന്തൊക്കെയുണ്ട് പറയല്ലേ? എന്താണ് പറയണ്ടേ? എന്താ പറയാ? വണ്ടിനെ ജനതാ പറ്റിയാണ് പറയണ്ടേ? അതല്ല ജനതാ ബസാറിനെ പറ്റിയാണോ പറയണ്ടേ? അല്ല വണ്ടിനെ പറ്റിയോ പറയണ്ടേ? ഏതാണ് നിങ്ങൾക്ക് വണ്ടിനെ പറ്റി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വണ്ടി കയറിച്ചെത്തമാര്. വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കളറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷനിൽ മാത്രം വരുന്നൊരു കളറാണിത്. ഫുൾ ഓപ്ഷനിൽ മാത്രം വരുന്നൊരു കളറാണ്. അതെ, ഇത് വേറെ കളറിലൊന്നും ഫുൾ ഓപ്ഷൻ, ഈ കളറിൽ സാധാ ഫുൾ ഓപ്ഷനൊന്നും ഇല്ലാത്തതില്ല. പിന്നെ ഇതിൻ്റെ ഉള്ള സൗകര്യം ഭയങ്കരമാണ്. ഒന്നും പറയാനില്ല. ആ ഫ്രണ്ടൊക്കെ ഭയങ്കര, ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈറ്റുകൾ ഇതുവരെ കത്തുണ്ട്. ഭയങ്കര തന്നെയാണ്. ഈ റേറ്റിൽ ഈ റേഞ്ചിൽ ഇത് വണ്ടി അപാരം തന്നെയാണ്. ഒന്നും പറയാനില്ല. അങ്ങനെ ജനതാ ബസാറിൽ വന്നതല്ല. ഒന്ന് ജനതാ ബസാറിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. എവിടെ പിന്നെ ഇപ്പം വന്നിന് രണ്ടാൾക്കാർ എവിടേക്ക് പോയി? ആ എവിടെ സലാം ബാബാലൂടെ? ആ കൊടുക്കണ്ടല്ലോ. നിങ്ങളൊക്കെ കൊടുക്കണ്ട. എന്തൊക്കെയുണ്ട് വർത്തമാനം? സുഖം. സ്പെഷ്യൽ ഞാനൊരു വണ്ടിയിൽ ഇങ്ങനെ വന്നത്. എവിടെ ബാബയുടെ മേലേക്ക് പോയാ? ഏയ് ഇങ്ങളെയാണ് ഈ തപ്പണത് മുതലാളിനെ. എടാ മാനേജറോട് ഇവിടുത്തെ മാനേജറെ. അസ്സലാമു എന്തൊക്കെയുണ്ട് വർത്താനം? ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങളിങ്ങനെ മൈനമേക്കാൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് കയറാണ്. ആ വർത്താനം സ്വന്തം തന്നെ. നേരത്താ റാഹത്തന്നല്ലേ? സംസന്താ പോണ്ട് നാളെ പോ. ബാബാ
ഞാൻ മാനേജറെ കൂടെ ഉണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? സുഖം. സാധനം വാങ്ങണ്ട? നിങ്ങളെ കടൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സംഗതികളും ഒരു കുടക്കീൽ ഇല്ലേ? ഓഫറോ? ഓരോ ഐറ്റംസുള്ള ഓരോ സമയത്ത് ഓരോ ദിവസം. അതെ. നമ്മളെ വണ്ടിയാണ് നോക്കണേ. ഏണ്ട വണ്ടി എങ്ങനെ? മൂന്ന് സരില്ലാന്നോ അതിന്റെ? എന്നാ അതല്ല ഇപ്പത്തെ മോഡല്. വരി വരി, നിങ്ങളാ ചാവി വെട്ടിക്കണേ. അടുത്ത് കല്ലുമ്പോഴുള്ള സിസ്റ്റം ഒന്ന് കാണിച്ചട്ടിക്കണേ. നിങ്ങൾ ഇങ്ങനെ എന്നാ മതി. പെട്രോൾ ഇല്ല തന്നെ, ഇത് കറണ്ട്. അത് തന്നെ ചാർജ് ചെയ്യാനുള്ളത്. ആ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് വണ്ടി ഇങ്ങോട്ട് തുറന്നു തരാണ്. ഇപ്പത്തെ എല്ലാം ഓപ്പൺ ചെയ്ത് തരും അല്ലേ? ഏയ് ഇതും തുറന്നാണേ ബാക്ക്. ആ സംഗതി പൊളിയാണിത്. ലോക്ക് അടഞ്ഞാ പിന്നെ ഫ്ലാറ്റായി. അതെ അതെ. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഒന്ന് താത്തിക്കളിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ട് കയറിയതില് ഒന്ന് കാലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയും. സൂപ്പർ അല്ലേ അഭിപ്രായം പറയാന്? ഇവിടെ കിടന്നുറങ്ങിയാണ്ട വന്നിന്റെ നമ്മളെ ബാവ. മേലെ വാർപ്പ് കോൺക്രീറ്റ് ചെയ്ത് കിട്ടില്ല, അത് കമ്പിടാതായി. കമ്പിടാളത്തെ കോൺക്രീറ്റ് അങ്ങനെയുണ്ട്. പലജാതി സെറ്റപ്പുകളിലേക്കല്ല ഇപ്പോ. ഇനിയിപ്പോ 2025 കഴിയുന്നോട് കൂടി വേറെ വണ്ടി, 2030 വേറെ മോഡൽ. എന്നാ പോവല്ലേ നമ്മളെ? പോവാ. എന്നാ കയറി 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 അവിടെ തന്നെ ഇരുന്നോളെ. മാനേജർ ഞങ്ങളെ കൂടെ പോരുണ്ടാ? അല്ല മാനേജർ ഞങ്ങളെ കൂടെ പോരുണ്ടാ? എന്നാ നീ എന്നാ ഞങ്ങളെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ പോട്ടെന്നാല്. വലൈക്കും അസ്സലാം. ഞാൻ പഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് തരണേ. കട ക്ലോസ് ചെയ്യാണ്ടാവും. അപ്പൊ എന്താ പറയാനുള്ളത്? ഞാൻ ബാബിന്റെ മുഖം ഒന്ന് കാണട്ടെ. ബാബ എന്താ പറയാനുള്ളത്? ഞാൻ ഓക്കെ അല്ലേ? എന്നാ വീഡിയോ ഇവിടെ നിർത്തില്ലേ? അപ്പൊ എല്ലാവരും ഇനിയിപ്പോ എന്താ ചെയ്യാ, എല്ലാവരും ഇനി ദുആ ചെയ്യാ, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ പുതിയ ചാനലാണ്, ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത്. ഇല്ല സപ്പോർട്ട് ചെയ്ത്. നമ്മളെ വേറെ ചാനലുണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇത് നമ്മളെ പുതു ചാനൽ മുജാഖു ലൈവ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണാം. ഓക്കെ. സന്ധിക്കും വണക്കം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും സന്ധിക്കും വണക്കം. പറഞ്ഞാണി സന്ധിക്കും വണക്കം.